ഇന്ന് നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിലൊഴികെ തൻ്റെ എഴുത്തുകളിലൊന്നും യോഹന്നാൻ തൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ തൻ്റെ എഴുത്തുകളിലെ ഭാഷയും ശൈലിയും അതിൻ്റെ പ്രയോഗ രീതിയും എല്ലാം സമാനമായതുകൊണ്ട് വേദപഠിതാക്കളെല്ലാം ഒരുപോലെ ഒരുമിച്ച് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ എല്ലാം ഗ്രന്ഥകർത്താവ് യോഹന്നാൻ തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം ഭൂതകാലത്തിലേക്ക് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മളെ സഹായിക്കുമ്പോൾ, അതിനുശേഷം പിന്നീട് താൻ പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുകയും അതിലൂടെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുവാനുമായിട്ടും വെളിപ്പാട് പുസ്തകം എഴുതി. അതും കഴിഞ്ഞ് താൻ വാർദ്ധക്യത്തിനോടടുത്ത സമയത്താണ് ഈ ചെറിയ ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. ആ സമയത്ത് അദ്ദേഹം എഫെസോസിലാണെന്ന് പാരമ്പര്യത്തിലും ചരിത്രത്തിലും ഒക്കെ കാണാൻ സാധിക്കുന്നു. ഈ ലേഖനത്തിൽ കൂടി യേശുവിനോടുള്ള ബന്ധത്തിൽ അല്ലെ കൂട്ടായ്മയിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. മിക്കവാറും 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണ് യോഹന്നാൻ ഈ ലേഖനം എഴുതിയത്. ഏഷ്യ മൈനറിലെ എഫെസോസിൽ ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചിരുന്ന കാലം. എന്തായാലും ഇതെഴുതുമ്പോൾ അദ്ദേഹം വയോവൃദ്ധനും അന്ന് ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരിൽ ഏക അപ്പോസ്തലനുമായിരുന്നു. ബാക്കി എല്ലാവരും പലതരത്തിൽ രക്തസാക്ഷികളായോ ഒക്കെ അല്ലാതെ വേർപെട്ടു പോയ സമയമാണ്. ഒരു പിതാവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എഴുതുന്ന ഒരു പേഴ്സണൽ ലെറ്റർ പോലെയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന അഭിസംബോധനയോടെ, ഇംഗ്ലീഷിൽ അത് കുറെ കൂടി ഹൃദയസ്പർശിയ, മൈ ലിറ്റിൽ ചിൽഡ്രൻ, എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെ, എൻ്റെ കുഞ്ഞു മക്കളെ എന്നാണ് ആ വിളി. ഈ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞു പോയാൽ ഇന്ന് അതിനെ എനിക്ക് സമയമുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ ലേഖനത്തിൽ നിന്ന് ദൈവാത്മാവ് എനിക്ക് നൽകിയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ 1 യോഹന്നാൻ 2:28 മുതൽ അത് 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. ഞാൻ തന്നെ ആ ഭാഗം വായിക്കാം. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു. എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. 28-ാം വാക്യത്തില് കുഞ്ഞു മക്കളോട് എന്ന പോലെ യോഹന്നാൻ പ്രബോധിപ്പിക്കുന്നത് യേശു കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ ലജ്ജിച്ചു പോകാതെ അവന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ നമ്മൾ അവനിൽ വസിക്കണമെന്നാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ചാണ് യോഹന്നാൻ ഇവിടെ നമ്മളെ ഓർപ്പിച്ചത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ
അതിനെക്കുറിച്ച് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും നമുക്ക്. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നാം കുടഞ്ഞിടുന്ന ആവശ്യങ്ങളുടെ ഭണ്ഡാരത്തിൽ അവന്റെ പ്രത്യക്ഷതയിൽ ലജ്ജ കൂടാതെ ധൈര്യത്തോടുകൂടി നിൽക്കാനുള്ള എന്തെങ്കിലും അപേക്ഷയുണ്ടോ? വാസ്തവത്തിൽ അതല്ലേ നമ്മൾക്ക് ഏറെ ആവശ്യമായിരിക്കുന്നത്. വ്യക്തിപരമായി പല ആവശ്യങ്ങളുടെ മുഖത്ത് നിൽക്കുന്നവരാണ് ഞാനും നിങ്ങളുമെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും നമ്മുടെ പ്രാർത്ഥനയിലെ പ്രധാന വിഷയം നാം നമ്മുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കണം. ദൈവവിളിയുടെ മർമ്മം തിരിച്ചറിഞ്ഞവരാണല്ലോ നമ്മളുടെ ചുറ്റുപാടും സത്യമറിയാതെ നിത്യ നരകാഗ്നിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നവരെ കുറിച്ചുള്ള വല്ല ആത്മഭാരവും നമുക്കുണ്ടോ? ദൈവസന്നിധിയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന പ്രധാന കാര്യത്തെക്കുറിച്ച് എസ്കേൽ 3:18 ഒരു വാക്യമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ, ഒരു വാണിംഗാണേ അത്, ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഓ, ഇത്ര സീരിയസ് അത്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ഇത് ഇസ്രായേൽ ഗൃഹത്തിന്റെ കാവൽക്കാരനോട് ചോദിക്കുന്ന കാര്യമല്ലേ എന്ന്. ശരിയാണത്. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, ഞാനും നിങ്ങളും ഇസ്രായേൽ ഗൃഹത്തിന്റെ മാത്രമല്ല, ലോകത്തിന്റെ കാവൽക്കാരാണ്. ഭൂമിയുടെ അറ്റത്തോളം യേശുവിന്റെ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന കാര്യം മറക്കരുത്. സ്വർഗത്തിൽ ചെല്ലാനുള്ള നമ്മുടെ കാര്യം ഭദ്രമാക്കിയാൽ മാത്രം പോരാ, അവന്റെ പ്രത്യക്ഷതയിൽ ലജ്ജ കൂടാതെ ധൈര്യത്തോടെ നിൽക്കാൻ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി ജീവിക്കുക കൂടി വേണം. യോഹന്നാന് പറയാനുള്ളത്, അതിനായി നമ്മൾ യേശുവിൽ വസിച്ചാൽ മതിയെന്ന. അപ്പോൾ യേശുവിൽ വസിക്കാനുള്ള പ്രേരക ശക്തിയാണ് നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവിലുള്ള നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടാൽ കർത്താവിനോടുകൂടി വസിക്കാനുള്ള നമ്മുടെ ഉത്സാഹവും നഷ്ടപ്പെടും. നമ്മളിപ്പോൾ എവിടെയാ? ആരോടൊപ്പമാണ് വസിക്കുന്നതെന്ന് പരിശോധിക്കാൻ ഈ ചിന്തകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കട്ടെ എന്ന എൻ്റെ പ്രാർത്ഥന. അവനിൽ വസിക്കുന്നതിന്റെ ഒരു മനോഹര ചിത്രം നമ്മൾ യോഹന്നാൻ 15 കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഭാഗമാണ്. സ്വർഗസ്ഥനായ പിതാവിന്റെ തോട്ടത്തിൽ നിൽക്കുന്ന ഉള്ളവരെ, ഒരു വൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കുന്നത് ആദ്യമായി അതിൻ്റെ കൃഷിക്കാരൻ തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ സ്വർഗീയ പിതാവിന് ഫലം കൊടുക്കുന്നവരാണോ നമ്മൾ? അതോ ഏതോ അറിവിന്റെ പ്രമാണമൊക്കെ വെച്ച് കാണാതെ പഠിച്ച കുറെ വാക്യങ്ങളുമായി അവനിൽ വസിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ വെറുതെ? കർത്താവ് ഫലം തേടി വന്ന അത്തിയുടെ അവസ്ഥയിൽ നമ്മൾ ആരും ആകരുതേ. പുറം ലോകത്തെ ഒരു ഭക്തനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ നിറഞ്ഞു നിൽക്കുന്ന ആ അത്തിയുടെ ഇലകൾ മാത്രം മതി. എന്നാൽ തോട്ടക്കാരന് വേണ്ടത് ഇലയല്ല, ഫലമാണ്. അവന്റെ പ്രത്യക്ഷതയിൽ ലജ്ജ കൂടാതെ ധൈര്യത്തോടെ നിൽക്കാൻ യേശു കർത്താവിൽ വസിച്ച് അവനിൽ നിന്ന് ജീവനീര് ഊറ്റി കുടിച്ച് ഫലം കായ്ക്കാൻ ഒരു പുനഃസമർപ്പണം ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് യോഹന്നാൻ നമ്മളെ കൊണ്ടുപോവുകയാണ്. അവൻ നീതിമാനാകയാൽ അവനിൽ വസിക്കുന്നവനൊക്കെയും നീതി ചെയ്യുന്നവരായിരിക്കുമെന്നാണ് യോഹന്നാൻ പറയുന്നത്.
ഫിലിപ്പിയർ 1:11 പൗലോസ് അങ്ങനെ ഒരു പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം തികഞ്ഞവരാകെ തീരേണമെന്ന് പൗലോസ് അവിടെ പ്രാർത്ഥിക്കുക. അപ്പോൾ ക്രിസ്തുവിൽ വസിക്കുന്ന നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നീതിയുടെ ഫലമാണെന്ന് ചുരുക്കം. യോഹന്നാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. നീതി ചെയ്യണമെങ്കിൽ നമ്മളിൽ അവനിൽ നിന്ന് ജനിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വസിക്കുക അല്ലെ ജനിക്കുക എന്നൊക്കെ പറയുന്നത് യേശുവുമായുള്ള നമ്മുടെ ബന്ധത്തെ കാണിക്കുന്നതാ. നമ്മൾ സാധാരണ വസിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലാണല്ലോ, പോട്ടെ, അല്ലെങ്കിൽ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വാടക വീട്ടിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ ഒക്കെ ആയിരിക്കാം. പക്ഷേ നമ്മൾ അവിടെ പാർക്കുന്നിടത്തോളം കാലം ആ സ്ഥലം നമ്മുടേതാണ്. മറ്റാർക്കും അവിടേക്ക് പ്രവേശനമില്ല. നമ്മുടെ പ്രൈവസി അവിടെ ഉണ്ട്. യേശുവിൽ ജനിക്കുക എന്ന് പറയുന്നതും യേശുവിനോടുള്ള ബന്ധത്തെ കുറിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ നമുക്ക് യോഹന്നാൻ 3 നിക്കോദിമോസിനോട് യേശു പറഞ്ഞത് ഈ ജനനത്തെക്കുറിച്ചായിരുന്നു. ഉയരത്തിൽ നിന്നുള്ളവനിൽ നിന്ന് ജനിച്ചെങ്കിലേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ എന്നാണ് നിക്കോദിമോസിനോട് അന്ന് യേശു പറഞ്ഞത്. വീണ്ടും ജനിക്കുക, പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്ന് ജനിക്കുക എന്ന അർത്ഥം. യോഹന്നാൻ ഈ ലേഖനം പറയുമ്പോഴും തന്റെ സുവിശേഷത്തിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാ പറയുന്നത്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യേശുവിൽ നമ്മൾ ജനിക്കേണ്ടതിന് സ്വർഗീയ പിതാവ് നമ്മൾക്കായി ഒരുക്കിയ അതിമഹത്തായ സംഭവത്തിന്റെ ഒരു ദൃശ്യാവിഷ്കരണം യോഹന്നാൻ അവിടെ നൽകുക, നമ്മളെ കാണിക്കുകയാണ്. നമ്മളൊക്കെ ദൈവമക്കളായി തീർന്നത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ രംഗം അവതരിപ്പിക്കുന്നത്. എന്നാൽ അത് മനസ്സിലാക്കാൻ അല്പം ചരിത്ര പശ്ചാത്തലം നമുക്ക് ആവശ്യമുണ്ട്. വേദപുസ്തക ഭാഷയിൽ മനുഷ്യവർഗത്തെ വിശാലമായി 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ദുഷ്ടന്മാരും നീതിമാന്മാരും, അല്ലെങ്കിൽ പാപികളും വിശുദ്ധന്മാരും, അല്ലെങ്കിൽ ദൈവമക്കളും പിശാചിന്റെ മക്കളും, ഇങ്ങനെയൊക്കെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെ യോഹന്നാൻ ദൈവമക്കളെ കുറിച്ച് സംസാരിക്കുന്നതിനാൽ ആ ഗ്രൂപ്പിന്റെ ചരിത്ര പശ്ചാത്തലം നോക്കിയിട്ട് നമുക്ക് മുന്നോട്ടൊന്ന് പോകാം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3:15 യഹോവയായ ദൈവം പാമ്പിനോട് പറയുന്നു, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. നോക്കണേ, ഇവിടെ സ്ത്രീയുടെ സന്തതി എന്നത് രക്ഷകനും കർത്താവുമായി വരാനിരുന്ന നമ്മുടെ യേശു ക്രിസ്തുവിനെ കുറിച്ചായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അവനിലൂടെ ജനിക്കാനിരിക്കുന്ന ദൈവമക്കളെ കുറിച്ചും അത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഞാൻ പറയാം, പാമ്പിന്റെ സന്തതി എന്ന് പറയുന്നത് പാമ്പിൻ കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. അത് പാപത്തിൽ ജനിച്ച് അതിൽ ജീവിക്കുന്ന സാത്താന്റെ സന്തതികളെ കുറിച്ചാണല്ലോ. സാമാന്യ ബുദ്ധി കൊണ്ട് നമ്മൾക്കത് മനസ്സിലാവും. അങ്ങനെയെങ്കിൽ സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവിൽ കൂടി ജനിക്കാനിരിക്കുന്ന, അല്ലെ ജനിച്ച നമ്മെ പോലുള്ളവരുമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 8:44 തന്നിൽ വിശ്വസിക്കാത്ത യഹൂദന്മാരോട് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ ആകുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്ന 1 യോഹന്നാൻ 3:10 പറയുന്നത്, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു, നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. വാസ്തവത്തിൽ ആദാമ്യ സന്തതികളായി പിറന്ന നമ്മളെല്ലാം പിശാചിന്റെ മക്കളായിരുന്നു. ചിലർക്കൊക്കെ ഇത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ ട്രഡീഷനും അവരുടെ പാരമ്പര്യവും കുടുംബ പാരമ്പര്യവും ഒക്കെ പറഞ്ഞോട്ടെ. ബൈബിള് പറയുന്നത് അങ്ങനെയാ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും അകപ്പെട്ട് നിസ്സഹായാവസ്ഥയിലായിരുന്നില്ലേ നമ്മൾ?
ആ ഭൂതകാല ഓർമ്മകളെ സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തോട് തുലനം ചെയ്തപ്പോൾ വയോധികനായ ആ വയോവൃദ്ധനായ യോഹന്നാൻ ആശ്ചര്യഭരിതനാകുക. പിശാച് എന്ന പിതാവിന്റെ മക്കളായിരുന്ന നമ്മളൊക്കെ ദൈവമക്കളായി തീരാൻ കാരണമായ ദൈവസ്നേഹത്തെ അദ്ദേഹം നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നത് അങ്ങനെയാണ്. അദ്ദേഹം പറയുക, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അത് നമ്മുടെ ആ ലോക്കൽ ഭാഷയിൽ ഒന്ന് പറഞ്ഞ, കണ്ടേ കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ, നമ്മൾ ദൈവമക്കളായി തീരുവാൻ പിതാവ് നമ്മളിൽ ചൊരിഞ്ഞ സ്നേഹത്തിന്റെ വലിപ്പം നിങ്ങൾ കണ്ടോ? യോഹന്നാനപ്പൂപ്പൻ ഇരുന്ന് നമ്മളോട് ഹൃദ്യമായി ചോദിക്കുക ആശ്ചര്യത്തോടെ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിങ്ങളുടെ ഭൂതകാലത്തെ ഓർത്തിട്ട് നമ്മളിൽ പകർന്ന ഈ ദൈവസ്നേഹത്തിന്റെ വലിപ്പം ഒന്ന് ധ്യാനിക്കാമോ? നമ്മളോടുള്ള സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തിന്റെ ആഴം അറിയണമെങ്കിൽ നമ്മൾക്ക് വേണ്ടി അവിടുന്ന് മുതൽ മുടക്കിയത് എന്താണെന്ന് അറിയണം. ഈ ദൈവത്തിന്റെ സ്നേഹത്തിന് ഹീബ്രുവില് ഹെസദ് എന്നും പറയും. ഗ്രീക്ക് ഭാഷയിൽ അതിനെ അഗപ്പെ എന്ന് നിങ്ങളൊരു പക്ഷേ അത് ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. അഗപ്പെ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് വരുമ്പോഴത്തേന് അൺകണ്ടീഷണൽ, സെൽഫ്ലെസ് ആൻഡ് സാക്രിഫിഷ്യൽ ലവ് എന്ന നോക്കണേ ഒരു പദം. അത് മറ്റൊരു ഭാഷയിലേക്ക് വന്നപ്പോഴത്തേന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്നില്ല എനിക്ക്. ഈ ഖെസദ് എന്ന് പറഞ്ഞ ഭാഷ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സമയം കിട്ടുമെങ്കിൽ പിന്നീട് 118-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളില് അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. നിങ്ങളത് ഇംഗ്ലീഷ് പരിഭാഷകളിലൊന്ന് നോക്കണം. ഇംഗ്ലീഷിലെ NIV തുടങ്ങിയുള്ള പരിഭാഷകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. മലയാളത്തില് അവന്റെ ദയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഹെസദിനെ കുറിച്ച്. ഇംഗ്ലീഷിൽ അത് പക്ഷേ പല വേർഷൻസിലായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരിടത്ത് സ്റ്റെഡ്ഫാസ്റ്റ് ലവ്, മറ്റൊരിടത്ത് ഗുഡ്നെസ്, കൈൻഡ്നെസ്, ലവിങ് കൈൻഡ്നെസ്, ഫെയ്ത്ത്ഫുൾനെസ്, മേഴ്സി, ലവ്. നോക്കണേ, വിവിധ പരിഭാഷകള് ഒരേ പദം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവരുടെ പരിഭാഷകളിൽ എഴുതി വെച്ചിരിക്കുന്ന വേർഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം എന്നറിയാമോ? ദൈവത്തിന്റെ സ്നേഹത്തെ വിവരിക്കാൻ നമ്മുടെ ഭാഷയിലെ വാക്കുകൾക്കൊന്നും കഴിയയില്ല. മോശയോട് ചോദിച്ചാൽ യഹോവയായ ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തയും ഉള്ളവനായെന്ന് പറയും. ഒറ്റ വാക്കി പറയാൻ കഴിയുന്നില്ല. ഇനി സങ്കീർത്തനക്കാരനോട് ചോദിച്ചു നോക്കിയേ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്ന ഒരു പിതാവാണെന്ന് സങ്കീർത്തനക്കാരൻ പറയും. പ്രവാചകനോട് ചോദിച്ചാലോ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞു തരും. ഇവരുടെ എല്ലാം വിവർത്തനങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്താലും നമ്മുടെ ദൈവത്തിന്റെ സ്നേഹത്തെയോ അവന്റെ ക്യാരക്ടറിനെയോ അളക്കാൻ അതൊന്നും മതിയാകയില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോഴാണ് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നൽകിയ അത്ര വലിയ സ്നേഹത്തെ ഒന്ന് കണ്ടേ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് യോഹന്നാൻ വരുന്നത്. കേൾക്കാനല്ല, പറയാനല്ല, പിന്നെന്താ പറഞ്ഞേ? കാണാൻ. നോക്കിയാൽ കാണാൻ കഴിയുന്ന ആ സ്നേഹം കാൽവറി ക്രൂസിലല്ലാതെ മറ്റെവിടെയാണുള്ളത് സഹോദരങ്ങളെ? പിശാചിന്റെ മക്കളായിരുന്ന നമ്മളെ ദൈവമക്കളാക്കുവാൻ ദൈവക്രോധാഗ്നിയിൽ വെന്തരിയുന്ന യേശുവിനെ നോക്കി ആ സ്നേഹത്തിന്റെ വലിപ്പം ഒന്ന് അളക്കാനാണ് യോഹന്നാൻ നമ്മളോട് പറയുന്നത്. ഈ ആരാധനാ മധ്യത്തിലൊക്കെ ഇവിടെ ഇംഗ്ലീഷ് ഭാഷയിൽ പാടാറുള്ള ടിം ഹ്യൂഗ്സ് എന്ന് പറഞ്ഞ ദൈവദാസൻ എഴുതിയൊരു പാട്ടുണ്ട്. ഞാനത്
പാടാനോ എനിക്കറിയില്ല, അതുകൊണ്ട് പാടുന്നില്ല. ഇനിയും അത് ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു പോകുന്ന നേരം പെട്ടെന്ന് മലയാളത്തിലെ പരിഭാഷ മാത്രം അതിന്റെ ഏറെക്കുറെ അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം യേശുവിനെ നോക്കിക്കൊണ്ട് പറയുക, ലോകത്തിന്റെ വെളിച്ചമായവനെ, നീ ഇരുട്ടിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ കാണുവാനായി നീ എൻ്റെ കണ്ണുകളെ തുറന്നല്ലോ. പിന്നെയും അദ്ദേഹം അതിനിടയിൽ ഒരു വരി പറയുന്നത്, നീ സൃഷ്ടിച്ച ഭൂമിയിലേക്ക് വിനീതനായ ഒരു ദരിദ്രനെ പോലെ ഇറങ്ങി വന്ന് ഇത് എന്നില് നിന്റെ സ്നേഹം പകരാനായിരുന്നല്ലോ. ആ പാട്ട് അങ്ങനെ പാടി പാടി അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ 4 പ്രാവശ്യം ആവർത്തിച്ച് പറയാറുള്ള ആ പാട്ടുകാരന്റെ ഒരു ആത്മതപനമുണ്ട്. I will never know how much it cost to see my sin upon that cross. ആ കുരിശിൽ എൻ്റെ പാപത്തെ കാണേണ്ടതിന്, അല്ലെ ചുമത്തപ്പെടേണ്ടതിന് നീ മുടക്കിയ മുതൽ എത്രയെന്ന് എനിക്ക് കൗണ്ട് ചെയ്യുവാൻ കഴിയുന്നില്ല, എനിക്ക് അളക്കുവാൻ കഴിയുന്നില്ല, എനിക്കത് അറിഞ്ഞുകൂടാ എന്ന് ആ പാട്ടുകാരൻ പിന്നെയും 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 പാടുകയാണ്. തൊണ്ടയിടറാതെ ആ പാട്ടിലെ വരികൾ നമുക്ക് പാടി അവസാനിപ്പിക്കാൻ കഴിയില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച സ്നേഹം നമ്മൾ കാണുന്നത് ആ കാൽവറി ക്രൂസിലാണ്. ഞാൻ ഈ ക്രൂസിനെ ധ്യാനിക്കാറുള്ളപ്പോഴൊക്കെയും വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലെ ദൈവത്തിന്റെ 7 ക്രോധകരസത്തിൽ നിന്നുള്ള ന്യായവിധിയെ കുറിച്ച് ഓർക്കാറുണ്ട്. മഹാപാപിയായിരുന്ന എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂസിൽ സഹിച്ചതായ ആ ന്യായവിധിയുടെ ഗ്രാവിറ്റി, അതിന്റെ തീവ്രത അല്പമെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് പാപികളുടെ മേൽ ദൈവം ചൊരിയുന്ന ദൈവ ക്രോധാഗ്നിയുടെ ആ അന്ത്യന്യായവിധിയിലൂടെയാണ്. സ്റ്റിൽ ഞാൻ പറയട്ടെ, ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ് ഫോർ മൈ ഹെവൻലി ഫാദർ ടു സീ മൈ സിൻ അപ്പോൺ ദാറ്റ് ക്രോസ്. ആ കുരിശിൽ എൻ്റെ സ്വർഗീയ പിതാവ് മുടക്കിയ മുതൽ എത്രയാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് ഇതൊന്നും വായിച്ചാലും പറഞ്ഞാലും എനിക്ക് മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കുമാണ് ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തത്. ക്രൂസിലൂടെ വെളിപ്പെടുത്തിയ പിതാവിന്റെ ഈ സ്നേഹത്തെ അങ്ങനെ ഏറ്റെടുത്തിട്ടുള്ളവരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 2-ാം വാക്യത്തിൽ യോഹന്നാനും നമ്മളോടൊപ്പം ചേർന്ന് പറയുക, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാവുന്നു. നാം ഇപ്പോൾ ദൈവമക്കളാവുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് പക്ഷെ ഒരു കാര്യം കൂടെ പറയുന്നു. നാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന കാര്യം അത് ഓർപ്പിക്കുന്നില്ലേ? ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മൾ ആരായിരുന്നു എന്ന കാര്യം മറക്കരുത്. നാം ഇപ്പോൾ ദൈവമക്കളായിരുന്നു എന്നത് തികച്ചും സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവസ്നേഹത്തിന്റെ ആഴമളക്കാൻ നമ്മുടെ അതിനു മുമ്പുള്ള ജീവിതത്തിന്റെ അവസ്ഥ, ആ ഓർമ്മ നമ്മെ സഹായിക്കും. നോക്കണേ, പണ്ടത്തെ കാര്യങ്ങളെ ഓർപ്പിച്ച് കുറ്റബോധത്തിന്റെ പടുകുഴിയിലേക്ക് നിങ്ങളെ തള്ളിയിടാൻ ശ്രമിക്കുന്ന പിശാചിന്റെ തന്ത്രത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. ആ തന്ത്രവുമായി അവൻ അടുത്തു വരുമ്പോൾ, ഹോ പിശാച്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചതാണെന്ന് പറയാൻ വചനമെന്ന വാളെടുത്തോണം. എന്നാൽ ദൈവസന്നിധി കടന്നു വരുമ്പോൾ പരീശന്റെ പ്രാർത്ഥനയുമായി ഒരിക്കലും അങ്ങോട്ട് അടുക്കരുതേ. സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന അവന്റെ അടുത്ത് നമ്മുടെ കറപുരണ്ട നീതി പ്രവൃത്തികളുമായി കടന്നു ചെല്ലാൻ നമ്മൾക്ക് ഇടവരരുത്. നമ്മുടെ വീണ്ടെടുപ്പിന്
യേശുവിന്റെ രക്തത്തിനപ്പുറം മറ്റൊന്നും ആവശ്യമില്ലെന്നുള്ള ആ നിശ്ചയം കൂടി പ്രാപിച്ച് വിശ്വാസത്തോടെ നമ്മൾക്ക് അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയാകണം. അതിനി ഒരു 21 ദിവസത്തെ ഉപവാസം കൂടി ആവശ്യമില്ല. അല്ലെ സമുദായക്കാർ ചെയ്തു വരുന്നത് പോലെ കർമാചാരങ്ങളോ മറ്റൊന്നും തന്നെ അതിനാവശ്യമില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. പ്രൈസ് ദ ലോർഡ്. എന്നാൽ യോഹന്നാൻ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ ആകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്നാ പറയുന്നേ. 1-ാം വാക്യത്തില് അപ്പോസ്തലനായ യോഹന്നാൻ ആശ്ചര്യത്തോടെ നമ്മെ ദൈവത്തിന്റെ മക്കളാക്കുന്നതിന് നൽകപ്പെട്ട ദൈവസ്നേഹത്തിന്റെ അരികിലേക്ക് എത്തിച്ചപ്പോൾ അവനെ പോലെ നമ്മൾക്കും ആശ്ചര്യമുണ്ടായി. ആ കാഴ്ച നമ്മുടെ ഹൃദയത്തെ നന്ദി കൊണ്ട് നിറച്ചു. നമ്മുടെ ജീവിതത്തിന്റെ കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിന് സമർപ്പിച്ചപ്പോൾ നമ്മളിപ്പോൾ ദൈവത്തിന്റെ മക്കളാണെന്ന് നമുക്ക് ബോധ്യമായി. എന്നാൽ അവൻ വെളിപ്പെടുമ്പോൾ നമ്മൾ അവനെ പോലെ ആയിരിക്കുമെന്ന് നമുക്ക് അറിയാമെന്നാണ് യോഹന്നാൻ ഉറപ്പിച്ചു പറയുന്നത്. എന്തുകൊണ്ടാണ് യോഹന്നാൻ അങ്ങനെ പറയുന്നത്? നമുക്കത് അറിയാമെന്ന്. കാരണം നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവനോട് സദൃശ്യന്മാരായേ മതിയാവൂ. അതാണ് നമ്മുടെ പ്രത്യാശ. അന്ന് ക്രിസ്തുവിന്റെ ആഴവും പരപ്പും പൂർണ്ണതയും മനസ്സിലാക്കുവാനുള്ള രൂപാന്തരം നമ്മൾ പ്രാപിച്ചിരിക്കും. നമ്മുടെ ഇന്നുള്ള അറിവിന്റെ പരിമിതിയെ തിരിച്ചറിയുവാനും ഈ അറിവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റമുണ്ടാക്കും. നമ്മുടെ ഉന്നത ഭാവങ്ങൾ അലിഞ്ഞു പോകും. മറ്റുള്ളവരെക്കാൾ എനിക്ക് കുറെ കൂടെ അറിയാം എന്നൊക്കെ കരുതുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അല്ലെ, മറ്റുള്ളവരെക്കാൾ ഞാൻ കുറെ കൂടെ വിശുദ്ധനാണ് എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം അലിഞ്ഞു പോകുന്നത് ഈ അറിവിലാണ്. ക്രിസ്തുവിൽ നാം ആരാണെന്ന് അവൻ മടങ്ങി വരുമ്പോൾ മാത്രമേ പൂർണ്ണമായി മനസ്സിലാകൂ. നാം അവന്റെ മുൻപാകെ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മീയ കണ്ണുകൾ വിശാലമായി തുറന്നിരിക്കും. അവനെ സമ്പൂർണമായി ഉൾക്കൊള്ളുവാൻ നമ്മുടെ ദൃശ്യമണ്ഡലം അന്ന് വികസിച്ചിരിക്കുമെന്ന യോഹന്നാൻ പറഞ്ഞതിന്റെ അർത്ഥം. കർത്താവ് മധ്യാഹത്തിൽ വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്ന വിശ്വാസികളായ ക്രിസ്തുവിനുള്ളവർ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുമെന്നുള്ളത് നമ്മുടെ പ്രത്യാശയാണെങ്കിലും അതിനേക്കാൾ നാം അറിഞ്ഞിരിക്കേണ്ടത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശ്യന്മാർ ആകുമെന്നുള്ള മഹത്വമേറിയ കാര്യമാണ്. ആ പ്രത്യാശയുള്ള ദൈവജനമേ, സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തിന്റെ പാക്കേജിൽ അടങ്ങിയിരിക്കുന്ന ഈ ഭാഗ്യ പദവിയെ ഓർത്തു വേണം ഓരോ നിമിഷവും അവന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുവാൻ. ദൈവത്തിൽ ഈ പ്രത്യാശയുള്ളവർക്ക് യോഹന്നാന്റെ പ്രബോധനത്തിൽ പറയുന്ന ഒരു കാര്യം കൂടി വേഗത്തിൽ ഒന്ന് പറഞ്ഞ് ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. 3-ാം വാക്യത്തിൽ പറയുന്നത്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. നോക്കണേ, ദൈവം നിർമ്മലനാണെങ്കിൽ ദൈവത്തിന്റെ മക്കളും നിർമ്മലനായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നിർമ്മലനായിരിക്കുന്നത്. കാരണം അത് നമ്മുടെ പിതാവിന്റെ നേച്ചറാ, അത് നമ്മുടെ പിതാവിന്റെ സ്വഭാവമാ, അത് നമ്മുടെ പിതാവിന്റെ വെർച്യു ആണ്, ഉണ്മയാണ്. നാം നിർമ്മലനായിരിക്കണം. യോഹന്നാൻ ഇത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അക്കാലത്ത് പ്രചരിച്ചിരുന്ന നോസ്റ്റിസം എന്ന ദുരുപദേശത്തിന്റെ പഠിപ്പിക്കലുകൾ തന്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ജ്ഞാനവാദമല്ലേ നോസ്റ്റിസം എന്ന് പറയുന്നത് മാറ്റർ ഈസ് ഈവിൾ, ദ്രവ്യമല്ലേ, പദാർത്ഥം അത് മലിനമാണെന്നാണ്, അതിൽ അന്തർലീനമായിരിക്കുന്നത് തിന്മയാണെന്നാണ് അവർ പറയുന്നത്. ആത്മാവ് മാത്രമാണ് നല്ലത്. ഇങ്ങനെ പറയുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് അവർ പറയുക, ഈ ശരീരത്തിൽ ഒരാൾ എന്ത് പാപം ചെയ്താലും ഒരു കുഴപ്പവുമില്ല. കാരണം മാറ്റർ ഈസ് ഓൾവേസ് ഈവിൾ. യഥാർത്ഥ ജീവിതം ആത്മാവിൽ മാത്രമാണെന്ന് പഠിപ്പിക്കുന്നു ഈ ദുരുപദേശം. നിങ്ങൾ ഓർക്കണം, ആദിമ സഭകളിലേക്ക് തന്നെ
ഇൻഫ്യൂസ് ചെയ്യാൻ ദുരുപദേഷ്ടാക്കൾ ശ്രമിച്ചു. ഇതൊന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. സെക്ഷുവൽ ഇമ്മൊറാലിറ്റി നിലനിന്നിരുന്ന ജാതീയ പശ്ചാത്തലത്തിൽ നിന്നും വന്ന കൊരിന്ത്യ, തെസലോനിക്ക, എഫെസോസ്, കൊലോസിയ തുടങ്ങിയ സഭകളിലെ വിശ്വാസികളെ വഴിതെറ്റിക്കാൻ ഈ ദുരുപദേശം കാരണമായിട്ടുണ്ട്. സെക്ഷുവൽ ഇമ്മൊറാലിറ്റി മാത്രമല്ല, യോഹന്നാൻ ഇവിടെ പറയുന്നുണ്ട്, 2:16 തോന്നുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നുവെന്ന് താൻ പറയുകയാണ്. അത് യോഹന്നാൻ ആ ഭാഗത്ത് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. സഭയ്ക്കുള്ളിലുള്ളവരിലൂടെയാണ് ദുരുപദേശം കടന്നു വരുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. ഇക്കാലത്ത് അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ദുരുപദേശത്തെ കുറിച്ച് ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ചില ദിവസങ്ങളിൽ ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് സംസാരിക്കാം. ദൈവവചനത്താലും നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാലും പിശാചിന്റെ വഞ്ചനയെ മനസ്സിലാക്കി നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് യോഹന്നാൻ ഈ ഭാഗത്ത് നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കുന്നത്. യോഹന്നാൻ ആശ്വസിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും അറിയുന്നുണ്ടോ? അങ്ങനെ ആവാൻ നമ്മൾക്ക് സംഗതിയാകട്ടെ. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തിന്റെ ചില ആദ്യ പടികൾ നിറവേറിയിട്ട് കൈയും കെട്ടിയിരിക്കാനല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നാം ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസീഡിങ്ങിലാണ്, ഒരു രൂപാന്തര പ്രക്രിയയിലാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ പ്രക്രിയയിലൂടെ നമ്മൾ കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി, നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുമെന്ന 2 കൊരിന്ത്യർ 3:18 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നാം ഈ വീണുപോയ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപക്ഷെ അതൊന്നും അത്ര നമ്മുടെ രൂപാന്തരമൊന്നും പ്രകടമായിട്ട് കാണുവാൻ, അല്ലെ പൊരുത്തമില്ലാത്തതായിട്ടൊക്കെ തോന്നിയേക്കാം, അദൃശ്യമായി തോന്നിയേക്കാം. എന്നാൽ അന്ത്യകാലത്തിങ്കൽ നാം യേശുവിന്റെ അരികിലെത്തുമ്പോൾ നമ്മുടെ രൂപാന്തരം പെട്ടെന്ന് കണ്ണിമെക്കുന്നതിനിടയിൽ സംഭവിക്കും. നമ്മൾ അവനോട് സദൃശ്യന്മാരായി തീരും. അങ്ങനെ നാം അവനോടുകൂടി എന്നേക്കും വാഴുമെന്നാണ് നമ്മുടെ വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തെ നിർമ്മലതയിൽ കാത്തു സൂക്ഷിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഒരിക്കൽ കൂടി ആ 28-ാം വാക്യമെങ്കിലും നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. നമുക്ക് അവനിൽ വസിക്കാം, ഫലം കായ്ക്കാം, രൂപാന്തരം പ്രാപിക്കാം. അവന്റെ വരവിൽ അവനെ പോലെ സദൃശ്യന്മാരായി കർത്താവിനോടുകൂടി എന്നേക്കും വാഴാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൂതസംഘം പാടും ഗാനമതിൽ ഞാനും ചേർന്നു പാടും ദൈവം പരിശുദ്ധൻ. ദൂതസംഘം പാടും ഗാനമതിൽ ഞാനും ചേർന്നു പാടും ദൈവം പരിശുദ്ധൻ. കാട്ടൊലിവിൻ കൊമ്പെ സ്നേഹിച്ചു നീ, ജാതിയമെന്റെ കൈപിടിച്ചു. എന്തു ഞാൻ ചെയ്തു, എന്തെന്നിൽ കണ്ടു, ചങ്കിലെ ചോര ചിന്ത. കാട്ടൊലിവിൻ കൊമ്പെ സ്നേഹിച്ചു നീ, ജാതിയമെന്റെ കൈപിടിച്ചു. എന്തു ഞാൻ ചെയ്തു, എന്തെന്നിൽ കണ്ടു,
ചങ്കിലെ ചോര ചിന്താ ദൂതസംഘം പാടും ഗാനമതി ഞാനും ചേർന്നു പാടും ദൈവം പരിശുദ്ധൻ ദൂതസംഘം പാടും ഗാനമതി ഞാനും ചേർന്നു പാടും ദൈവം പരിശുദ്ധൻ ദൂതസംഘം പാടും ഗാനമതി ഈ ഞാനും ചേർന്നു പാടും ദൈവം പരിശുദ്ധൻ